ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പോലീസ് ഓഫീസറായ നന്ദു അമ്മയുടെ നിർബന്ധപ്രകാരം CI സച്ചിയുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിന് നിർബന്ധിതയാവാണ്. എന്നാൽ CI സച്ചി ഒരു തട്ടിപ്പുകാരനാണെന്നും ഇതിനകം പല സ്ത്രീകളെ വിവാഹം കഴിക്കുകയും വഞ്ചിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അതിലൊരു കുഞ്ഞു പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള തെളിവുകളെല്ലാം തന്നെ അനി കണ്ടെത്തുന്നുണ്ട്. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ വിവാഹ നിശ്ചയത്തിന്റെ ദിവസത്തിന്റെ അന്ന് തന്നെ നന്ദു പോലീസ് യൂണിഫോമിൽ എത്തുകയും എല്ലാ അതിഥികളുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ഈ തെളിവുകൾ കാണിച്ചുകൊണ്ട് CI സച്ചിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ഹൈപ്പ് തന്ന് സപ്പോർട്ട് ചെയ്യണേ. കനകദുർഗയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം നന്ദുവിനെ CI സച്ചി തന്നെ വിവാഹം കഴിക്കണമെന്നായിരുന്നു. അതിനുവേണ്ടി ഏതറ്റം വരെ പോവാനും അവർ തയ്യാറായിരുന്നു. അതിൻ്റെ അവസാനത്തെ നാടകമായിരുന്നു ആ മുറിയിൽ അരങ്ങേറിയിരുന്നത്. നന്ദു സച്ചിയെ കല്യാണം കഴിച്ചില്ലെങ്കിൽ മരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം ഫാനിൽ തൂങ്ങാൻ നിന്നിരുന്നു. എന്നാൽ നിശ്ചയ ദിവസം അടുക്കുംതോറും നന്ദു ആണെങ്കിൽ കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ലാത്തതുപോലെ കാണിക്കും. നന്ദുവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി കൊണ്ടതിന് കനകദുർഗ പറയുന്നുണ്ട്, നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഈ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുക്കുമെന്നൊക്കെ പറയും. അങ്ങനെ നന്ദുവിനെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട് കനകദുർഗയുടെ കയ്യിലെ മണ്ണെണ്ണ പാത്രം അവർ ഉച്ചത്തിൽ കുലുക്കിയിട്ടൊക്കെ കാണിക്കും. നന്ദുവിൻ്റെ മുഖത്ത് ഇത് കാണുമ്പോൾ വെറുപ്പും നിസ്സഹായതയും നിഴലിച്ചു. അമ്മ എന്താ ഈ കാണിക്കുന്നത്? അമ്മയ്ക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെക്കൊണ്ട് ആ ഫ്രോഡിനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഈ നാടകമൊക്കെ കളിക്കുന്നത്? കനകദുർഗ പറഞ്ഞിട്ട്, എടി ഇത് നാടകമൊന്നുമല്ല, നീ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ മരിക്കുമെന്നൊക്കെ പറയും. അപ്പോഴേക്കും ആദർശ് നയനയും അങ്ങോട്ടേക്ക് എത്തി. ആദർശ് പറയുന്നുണ്ട്, മോളെ ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. നീയും അനിയും തന്നെയായിരുന്നു ഒന്നിക്കേണ്ടിയിരുന്നത്. ഞങ്ങളുടെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഇതൊരിക്കലും അനാമികയോടുള്ള ദേഷ്യം കൊണ്ടോ വാശി കൊണ്ടൊന്നുമല്ല. അത് തന്നെയാണ് ശരിയെന്ന് ഞങ്ങൾക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ഇനി നീ മറ്റൊരാളുടെ ഭാര്യയായി കഴിഞ്ഞാൽ അനി തീർച്ചയായിട്ടും തകർന്നു പോകുമെന്നൊക്കെ പറയും. അന്നേരം നന്ദു നിരാശ കലർന്ന ശബ്ദം കൊണ്ട് തന്നെ പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ല. മുത്തശ്ശനും മുത്തശ്ശിയും ഇവിടെ വന്ന് സംസാരിച്ചപ്പോഴും അമ്മ അതിനെ പറ്റിയിട്ടൊന്നും മിണ്ടിയില്ലല്ലോ. ഇപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് മരിക്കുമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണെന്നൊക്കെ പറയും. അന്നേരം ആദർശ് പറഞ്ഞിട്ട്, ഇല്ല മോളെ, നീ വിചാരിക്കുന്നത് പോലെ സച്ചിയും നീയുമായിട്ടുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല. അവനൊരു ഫ്രോഡാണെന്നുള്ള കാര്യം ഏതായാലും ഞങ്ങൾക്ക് മനസ്സിലായി. നീ ഈ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. അയാളൊരു ഫ്രോഡാണെന്ന് നീ പറയുന്നുണ്ടല്ലോ, വെറും വാക്ക് പറഞ്ഞാൽ പോരാ, അതിനൊക്കെ വ്യക്തമായ തെളിവ് വേണം. സച്ചിദാനന്ദൻ ഒരു തട്ടിപ്പുകാരനാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി. അങ്ങനെ എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ വിവാഹം മുടക്കാൻ ഞാൻ തന്നെ മുന്നിൽ നിൽക്കും. വിവാഹ നിശ്ചയത്തിൻ്റെ പന്തലിൽ വെച്ച് തന്നെ ഞാൻ അവനെ അടിച്ചിറക്കും. ഇതെൻ്റെ വാക്കാണെന്നൊക്കെ പറഞ്ഞ് ആദർശ് നന്ദുവിന് ആത്മവിശ്വാസം കൊടുക്കുകയാണ്. ആദർശിൻ്റെ വാക്കുകൾ നന്ദുവിൻ്റെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം വീഴ്ത്തി. ഇതേ സമയം കിലോമീറ്ററുകൾക്കപ്പുറം അനി സുഹൃത്തുക്കൾക്കൊപ്പം ഉറക്കമില്ലാത്ത രാത്രികളിലായിരുന്നു. നന്ദുവിൻ്റെ ജീവിതം പണയത്തിലാണ്. സച്ചിദാനന്ദൻ എന്ന പോലീസുകാരൻ്റെ ഭൂതകാലം ചികഞ്ഞെടുക്കുകയായിരുന്നു അവർ. പല സ്റ്റേഷനുകളിലും പല നാടുകളിലും അവരെത്തി. അന്വേഷണങ്ങൾക്കൊടുവിൽ അവർ ആ വീട്ടിലെത്തി. ഓലമേഞ്ഞ ദാരിദ്ര്യം നിഴലിക്കുന്ന ഒരു ചെറിയ വീട്. അവിടെ ഭയന്ന് വിറച്ച് ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. പേര് മാലതി. സച്ചിൻ സാറോ? ആ പേര് കേട്ടതും അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് വിടർന്നു. പേടിക്കണ്ട, ഞങ്ങൾ സഹായിക്കാനാണ് വന്നത്. സച്ചി നിങ്ങളെ ചതിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം കിട്ടി, അനി ആർദ്രമായി പറഞ്ഞു. അത് കേട്ടതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. സാറേ, എന്നെ വിവാഹം കഴിച്ചതാണ് അയാൾ. അമ്പലത്തിൽ വെച്ച് മാലയിട്ടു. 1 വർഷം എൻ്റെ കൂടെ താമസിച്ചു. എനിക്കൊരു കുഞ്ഞുണ്ട്, അതും അയാളുടെ കുഞ്ഞ്. അത് കേട്ടതോടുകൂടെ അനിയും കൂട്ടുകാരും ഒന്ന് ഞെട്ടി. അവൾ വീണ്ടും പറയുന്നുണ്ട്, കുഞ്ഞുണ്ടായ ശേഷം അയാൾക്ക് എന്നെ മടുത്തു. എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോയി. ഞാൻ പരാതി കൊടുക്കാൻ ചെന്നപ്പോൾ CI ആയതുകൊണ്ട് തന്നെ ആരും എൻ്റെ കേസ് ഏറ്റെടുത്തില്ല. എന്നെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും ഓടിച്ചു. ഒടുക്കം എൻ്റെ കുഞ്ഞിനെ അയാൾ തട്ടിക്കൊണ്ടുപോയി. പരാതി പിൻവലിച്ചില്ലെങ്കിൽ കുഞ്ഞിനെ ഉടനെ തന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണമായിരുന്നു സർ. ഞാൻ പരാതി പിൻവലിച്ചു. അന്നേരം അനി പറഞ്ഞിട്ട്, ഇയാളിപ്പോഴും ഇങ്ങനെ ഓരോ പെൺകുട്ടികളെ ചതിക്കുകയാണെന്ന് പറഞ്ഞു. നിങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് വേണം. നാളെ അയാളും മറ്റൊരു പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പോവാണ്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തയ്യാറാണോ? ഞങ്ങൾ സംരക്ഷണം തരാമെന്നൊക്കെ പറയും. മാലതിയുടെ മുഖം ദൃഢമായി. തയ്യാറാണ് സാറേ. എൻ്റെ ജീവിതം ഏതായാലും പോയി. ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഗതി വരരുത്. ഏത് കോടതിയിലും ഞാൻ വന്ന് പറയും. അയാൾ എൻ്റെ ഭർത്താവും എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനുമാണെന്ന് ഞാൻ എവിടെയും വന്ന് പറയും. അയാളെ ഞാൻ കല്യാണം കഴിച്ചതോടുകൂടെ തന്നെ അയാൾ എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ വീട്ടുകാർ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഞാനിപ്പോൾ ആരാലും സഹായമില്ലാതെയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം ഞാൻ എവിടെയും വിളിച്ച് പറയുമെന്നൊക്കെ പറയട്ടെ ആ സ്ത്രീ. അനി തൻ്റെ ഫോണിലെ ക്യാമറകൾ ഓൺ ചെയ്തു. മാലതിയുടെ തലച്ചുകൊണ്ടുള്ള മൊഴി അതിൽ പതിയുമ്പോൾ സച്ചിദാനന്ദൻ എന്ന കാബാലികന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയായിരുന്നു.
വിവാഹ നിശ്ചയത്തിന്റെ തലേ ദിവസം വീട് അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങുകയായിരുന്നു. പന്തലും പൂക്കളും സദ്യയുടെ ഒരുക്കങ്ങളും കനകയുടെയും ഗോവിന്ദിന്റെയും മുഖത്ത് വർഷങ്ങൾക്ക് ശേഷമുള്ള സംതൃപ്തി. നന്ദുവിന്റെ മുറി മാത്രം ഇരുട്ടിലായിരുന്നു. അവൾ അനിയെ വിളിച്ചു. അനി, നാളെയാണ്. എല്ലാം തീർന്നു അനി. എനിക്കിനി മരിക്കുകയേ വഴിയുള്ളൂ. അമ്മയും അച്ഛനും എന്നെ കൊല്ലാൻ കൊടുക്കുവാണ്. അന്നേരം നന്ദു ആശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നന്ദു നീ ഇങ്ങനെ കരയല്ലേ. അനിയുടെ ശബ്ദം ദൃഢമായിരുന്നു. നീ ധൈര്യമായിട്ടിരിക്കും നന്ദു. വെറും ഒരു നിശ്ചയല്ലേ, അതങ്ങ് നടക്കട്ടെ. കല്യാണം നമ്മൾ മുടക്കും. അന്നേരം നന്ദു അലറിക്കൊണ്ട് പറയുന്നത്, എനിക്കതൊന്നും പറ്റില്ല അനി. അവൻ്റെ കയ്യിൽ നിന്നും ഒരു മോതിരം അണിയാൻ പോലും എന്നെക്കൊണ്ട് കഴിയില്ല. എൻ്റെ ജീവിതം വെച്ചാ നീ ഈ കളിക്കുന്നത്. നീ പറഞ്ഞ തെളിവെവിടെ? നിനക്കെന്നെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ന് പറഞ്ഞ് നന്ദു ഒന്ന് നിർത്തി. അനി പറഞ്ഞത്, നന്ദു ഞാൻ പറഞ്ഞില്ലേ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അനി പറഞ്ഞത്, നന്ദു ഞാൻ പറഞ്ഞില്ലേ വ്യക്തമായ തെളിവെല്ലാം തന്നെ എൻ്റെ കയ്യിലുണ്ട്. നീ നാളേക്ക് ഒരുങ്ങി നിൽക്ക്. പക്ഷേ കല്യാണ പെണ്ണായിട്ടില്ല. നീ നിന്റെ പോലീസ് യൂണിഫോം ഇട്ടിട്ട് മാത്രം നിന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ അനി ഫോൺ കട്ട് ചെയ്യുന്നത്. അത് കേട്ടതോടെ നന്ദുവിൻ്റെ മനസ്സിൽ ഒരു കൊടുങ്കാറ്റ് രൂപം കൊണ്ടു. വിവാഹ നിശ്ചയ ദിവസം ബന്ധുക്കളെല്ലാം വീട്ടിലേക്ക് എത്തിത്തുടങ്ങി. സച്ചിദാനന്ദനും അച്ഛനും അമ്മയും ബന്ധുക്കളും എല്ലാവരും എത്തിച്ചേർന്നു. സച്ചിയുടെ മുഖത്ത് വിജയത്തിന്റെ ഗൂഢസ്മിതം. നന്ദുവിനെ പോലെ ഒരു സുന്ദരിയായ പോലീസ് ഓഫീസറെ ഭാര്യയാക്കുന്നതിന്റെ അഹങ്കാരം അവന്റെ ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു. മുറിയിൽ നയന നന്ദുവിനായി ഒരു പട്ടുസാരിയുമായി വന്നു. മോളെ എഴുന്നേൽക്ക്, സമയം പോകുന്നു. അവരെല്ലാം എത്തി. നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ഈ സാരി എടുക്ക്. അമ്മ ഇനി വല്ല കടുകയും ചെയ്യും മോളെ. നന്ദു ആണെങ്കിൽ കരഞ്ഞു തളർന്ന് സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുമായിരുന്നു. നന്ദു നിർവികാരയായിരിക്കുന്ന സമയത്തായിരിക്കും അവളുടെ ഫോണിലേക്ക് ഒരു വീഡിയോ സന്ദേശം വരുന്നത്. അനിയുടെ മെസ്സേജ് കണ്ടതോടുകൂടെ അവൾ ആ വീഡിയോ പ്ലേ ചെയ്തു. മാലതിയുടെ കരച്ചിൽ, കുഞ്ഞിൻ്റെ ചിത്രം, അമ്പലത്തിലെ മാലയിടൽ, ഭീഷണിയുടെ കഥ. അതെല്ലാം കണ്ടതോടുകൂടെ നന്ദുവിൻ്റെ കണ്ണുകൾ ജ്വലിച്ചു. അതൊരിക്കലും കണ്ണുനീരായിരുന്നില്ല, അഗ്നിയായിരുന്നു. അവൾ സാരിയെല്ലാം തട്ടിമാറ്റി അലമാറയിൽ നിന്നും തൻ്റെ കാക്കി യൂണിഫോം വലിച്ചെടുത്തു. പുറത്തുനിന്ന് മുഹൂർത്തം അടുത്തതുകൊണ്ട് തന്നെ പെണ്ണിനെ വിളിക്കൂ എന്ന് ആരോ പറഞ്ഞു. അന്നേരം നന്ദു, വാ മോളെ, കനകദുർഗ വാതിൽ തട്ടി വിളിച്ചു. അതോടെ വാതിൽ തുറന്ന് നന്ദു പുറത്തേക്ക് വന്നതോടുകൂടെ തന്നെ കനകദുർഗയും നയനയൊക്കെ നടുങ്ങി. പട്ടുസാരി അണിഞ്ഞ് മുല്ലപ്പൂ ചൂടി ആഭരണങ്ങൾ അണിഞ്ഞ കല്യാണ പെണ്ണായിരുന്നില്ല അത്. തലമുടിയെല്ലാം ഭദ്രമായി ഒരുക്കി വെച്ച് കാക്കി യൂണിഫോം ധരിച്ച് അരയിൽ ബെൽറ്റും തോളിലെ നക്ഷത്രങ്ങളും തിളങ്ങുന്ന SI നന്ദന. മോളെ, ഇതെന്ത് വേഷമാ? കനകയുടെ ശബ്ദം പുറത്തു വന്നില്ല. അതേ അമ്മേ, വരാനുള്ള അതിഥിയെ സ്വീകരിക്കാനുള്ള വേഷം തന്നെയാണിത്, നന്ദു ഗൗരവത്തിൽ പറഞ്ഞു. അവൾ ആൾക്കൂട്ടത്തെ വകഞ്ഞു മാറ്റി. വിവാഹ നിശ്ചയം നടക്കേണ്ട വേദിയിലേക്ക് ചുവടുവെച്ചു. എല്ലാവരും സ്തബ്ധരായി നിന്നുപോയി. സച്ചിൻ അവളെ കണ്ട് അമ്പരപ്പോടെ എഴുന്നേറ്റ് നിന്നു. നന്ദു, എന്താ ഇത്? സാരി ഉടുത്തില്ലേ? അന്നേരം നന്ദു ഉച്ചത്തിൽ പറഞ്ഞു, ഇവിടെ ഈ വിവാഹ നിശ്ചയം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നന്ദുവിൻ്റെ ശബ്ദം ആ വീട്ടിൽ മുഴങ്ങി. മോളെ, ഗോവിന്ദൻ അലറി, നീ എന്താ ഈ കാണിക്കുന്നത്? നിനക്ക് കളിക്കാനുള്ള നേരമൊന്നുമില്ല ഇത്. നന്ദു പറയുന്നത്, ഇത് കളിയൊന്നുമല്ല അച്ഛാ, കാര്യം തന്നെയാണ്. നന്ദു സച്ചിക്ക് നേരെ വിരൽ ചൂണ്ടി പറയുന്നത്, ഇയാളെപ്പോലെ ഒരു വിവാഹ തട്ടിപ്പുകാരനെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇയാളിപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ കുറ്റവാളിയാണ്. നന്ദു, വാട്ട് ദ നോൺസെൻസ്! സച്ചി ദേഷ്യപ്പെട്ടു. എന്താടോ മിസ്റ്റർ, തനിക്ക് തെളിവ് വേണോ? നന്ദു പെട്ടെന്ന് തന്നെ തൻ്റെ ഫോൺ അവിടുത്തെ വലിയ TV-യുമായിട്ട് കണക്ട് ചെയ്തു. ഒരു നിമിഷം സ്ക്രീനിൽ മാലതിയുടെ മുഖം തെളിഞ്ഞു. അവളുടെ കരച്ചിലും മൊഴിയും ആ മുറിയിൽ നിറഞ്ഞു. മാലതി ആ ഒരു വീഡിയോ ദൃശ്യത്തിൽ പറയുന്നത്, ഇയാൾ എന്നെ മാലയിട്ട് കൂടെ താമസിപ്പിച്ചതാണ്. എനിക്കൊരു കുഞ്ഞുണ്ട്. എന്നെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു. എൻ്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി. ആ വീഡിയോ എല്ലാം തന്നെ നന്ദു പ്ലേ ചെയ്യുമ്പോൾ സച്ചിയുടെ മുഖം വിയർപ്പിൽ കുതിർന്നിരുന്നു. സച്ചിയുടെ അച്ഛനും അമ്മയും തല കുനിച്ചു നിന്നു. കനകദുർഗയും ഗോവിന്ദനും തറഞ്ഞു നിന്നു. ആ കാഴ്ച കണ്ടതോടുകൂടെ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുന്ന സമയത്തിന് സച്ചി പറയുന്നുണ്ട്, ഇത് 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 ശരിക്കും ഫേക്കാണ്. ഇതാരോ എന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറയുന്ന സമയത്തിന് നന്ദു ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, ഫേക്കാണെന്നോ? ഫേക്കാണോ മറ്റോന്നൊക്കെ ഇനി കോടതിയിൽ തെളിയിക്കാം. നന്ദു ദേഷ്യപ്പെട്ട് സച്ചിയുടെ അടുത്തേക്ക് വന്നു. അതേ സമയത്തിന് ആദർശ് മുന്നോട്ട് വന്ന് സച്ചിയുടെ കർണക്കുട്ടി നോക്കിയിട്ട് ഒരൊറ്റ ഒന്നങ്ങ് പൊട്ടിച്ചു. എടാ, നീ ഒരു കള്ളനായിരുന്നില്ലടാ. ആദർശ് അടിച്ചതിന് പുറകെയായിട്ട് നന്ദുവിൻ്റെ കൈകൾ ഉയർന്നു. അതൊരിക്കലും തല്ലാനായിരുന്നില്ല. അവളുടെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നു. CI സച്ചിദാനന്ദൻ. നന്ദുവിൻ്റെ ഔദ്യോഗിക ശബ്ദമുയർന്നു. വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനും സ്ത്രീ പീഡനത്തിനും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനും ഞാൻ നിങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊടുത്തിന് അവൾ സച്ചിയുടെ കൈകളിൽ വിലങ്ങ് വെച്ചു.
അവൻ്റെ അച്ഛനെയും അമ്മയെയും ബന്ധുക്കളെയും വകഞ്ഞു മാറ്റി ഒരു കുറ്റവാളി എന്ന പോലെ അവനെ പിടിച്ചു വലിച്ച് അവൾ പുറത്തേക്ക് നടന്നു. ഈ ഒരു കാഴ്ച കണ്ടതോടുകൂടി തന്നെ കനകദുർഗക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല. കനകദുർഗ തളർന്ന നിലത്തേക്ക് വീണു. പുറത്ത് പോലീസ് ജീപ്പ് സ്റ്റാർട്ടാക്കുന്ന ശബ്ദം. നീതിയുടെ കാക്കി അണിഞ്ഞ് നന്ദു തൻ്റെ ജീവിതം തിരിച്ചു പിടിക്കുകയായിരുന്നു. സച്ചിദാനന്ദനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം കനകദുർഗയും ഗോവിന്ദനും വളരെയധികം സങ്കടത്തിലായിരിക്കട്ടോ. എന്നാലും തൻ്റെ മകളുടെ വിവാഹ നിശ്ചയം മുടങ്ങിയല്ലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ആദർശ് വീണ്ടും അതേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. സച്ചിയുമായിട്ട് നന്ദുവിൻ്റെ ആ ഒരു വിവാഹ നിശ്ചയം മുടങ്ങിയതോടുകൂടെ പിന്നെ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം തന്നെ അനിയും നന്ദുവുമായിട്ടുള്ള ആ ഒരു കല്യാണം നിശ്ചയിക്കും. പക്ഷേ അതിനൊക്കെ അപ്പോഴും എതിരായിട്ട് നിൽക്കുന്നത് ജാനകി മാത്രമായിരിക്കും. എന്നാൽ അനാമിക ഒരു പക്ക ഫ്രോഡാണെന്നുള്ള കാര്യം ജാനകി തെളിവ് സഹിതം കണ്ടെത്തുന്നതോടുകൂടെ തന്നെ ജാനകി തന്നെ മുൻകൈ എടുത്തുകൊണ്ടായിരിക്കട്ടോ അനിയുടെയും നന്ദുവിൻ്റെയും കല്യാണമൊക്കെ നടത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഉഗ്രൻ സൂപ്പർ എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.